വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 2-ാം അധ്യായം 41 മുതൽ 46 വരെയുള്ള തിരുവചനങ്ങൾ. യേശുവിന്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസഹ തിരുനാളിന് ജെറുസലേമിൽ പോയിരുന്നു. അവന് 12 വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിനു പോയി. തിരുനാൾ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോന്നു. എന്നാൽ ബാലനായ യേശു ജെറുസലേമിൽ തങ്ങി. മാതാപിതാക്കന്മാർ അതറിഞ്ഞില്ല. അവൻ യാത്രാസംഘത്തിന്റെ കൂടെ കാണുമെന്ന് വിചാരിച്ച് അവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു. ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ അന്വേഷിച്ചിട്ട് കാണായികയാൽ യേശുവിനെ തിരക്കി അവർ ജെറുസലേമിലേക്ക് പോയി. 3 ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി. അവൻ ഉപാധ്യായന്മാരുടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു. ഓർമ്മിക്കുക, ജപമാല മണികളെ ജീവിതമണികളാക്കി തീർക്കാം. അതിന് നമ്മുടെ അനുഭവങ്ങൾ ജപമാല മണികളോട് ചേർത്ത് വയ്ക്കണം. ദൂരങ്ങൾ താണ്ടുവാൻ ജപമാല മണികളെ ജീവിതമണികളാക്കി കൊണ്ടു നടക്കുന്നവർ എത്രയോ പേരാണ്. ജീവിതം കൈവിരലുകൾക്കിടയിലൂടെ എണ്ണിത്തീർന്നപ്പോൾ അതിനെ സുന്ദരമാക്കി തീർത്തത് ജപമാല മണികളായിരുന്നു. അന്തിമയങ്ങുമ്പോൾ കൊന്ത ചെല്ലുവാൻ അമ്മയുടെ അരികിൽ ഓടിയണയുന്ന മക്കളും ദൂരേക്ക് പോകുമ്പോൾ കൊന്ത എടുക്കുവാൻ മറക്കല്ലേ എന്ന് പറയുന്ന അമ്മമാരും ഒരു കാലഘട്ടത്തിന്റെ മുതൽക്കൂട്ടായിരുന്നു. ഭയപ്പാടിന്റെ ഭീതിയിൽ നിന്നും ശാന്തിയുടെ തീരത്തേക്ക് യാത്ര ചെയ്യുവാൻ ജപമാല മണികൾ അവർക്കെന്നും ആശ്രയമായിരുന്നു. ഒരിക്കൽ ഒരു സന്യാസിയോട് വഴിയാത്രക്കാരൻ ചോദിച്ചു, ഇന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുവാൻ എത്ര ദൂരം താണ്ടണം? മറുപടിയായി കിട്ടിയത് ഒരു കൊന്ത ദൂരം. അപ്പോൾ 25 മിനിറ്റ് നടക്കണം അല്ലേ? ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുന്നവൻ സഞ്ചാരദൈർഘ്യം അളക്കുന്നതുപോലും കൊന്തയെ ആസ്പദമാക്കിയാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിത ദൂരം പോലും ജപമാലയുടെ ദൂരമല്ലേ? പരിശുദ്ധ കന്യകാമറിയം ഗബ്രിയേൽ ദൂതന്റെ അരുളപ്പാട് ശ്രവിച്ചതു മുതൽ സഹന വഴികളിലൂടെയും പീഡാനുഭവ പാതയിലൂടെയും നടന്ന് ഉത്ഥാനത്തിന്റെ മഹത്വം ദർശിച്ചതുപോലെ കൊന്തയുടെ ദൂരം മനസ്സിൽ ധ്യാനിച്ച് ദൈവിക മഹത്വം നമുക്കും ഉൾക്കൊള്ളാം. ജപമാല മണികൾക്കിടയിൽ പരാതിയില്ലാതെ ഒതുങ്ങിക്കൂടിയ ഒരമ്മ നിൽപ്പുണ്ട്. ജീവിതത്തിൽ ദുരിതങ്ങൾ ഏറ്റുവാങ്ങി മറ്റുള്ളവർക്ക് ജീവിതം മുഴുവൻ ബലിവേദിയാക്കിയവൾ. ദൈവത്തിനായി സമർപ്പിച്ചതിന്റെ രഹസ്യമല്ലേ ജപമാല? മാനസാന്തരത്തിന്റെ വഴികൾ കാണിച്ചു തരുന്ന ജപമാല ദൂരം വിശ്വാസിക്ക് ഒരു അനുഭവമാകട്ടെ. ജീവിതത്തിലെ എല്ലാ കഷ്ടതകൾക്കും പരലോകത്തിൽ ബഹുമതിയുണ്ടെന്ന് വിശുദ്ധ ഡോൺ ബോസ്കോ ഓർമ്മിപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ ജപമാല അതിന് നമ്മെ സഹായിക്കും. നമുക്കും അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ദിവ്യരഹസ്യങ്ങൾ ധ്യാനിച്ച് ജപമാല വഴികളെ ജീവിത വഴികളാക്കാൻ എല്ലാവർക്കും ഇടവരട്ടെ എന്ന് അമ്മയുടെ മാധ്യസ്ഥം യാചിക്കാം. മണികൾ ചേർത്തു കോർത്തു ഒരു ജപമാല, എന്നമ്മയോടു ചേർന്നിടുവാനൊരു ജപമാല. പൊന്മണികൾ ചേർത്തു കോർത്തു ഒരു ജപമാല, എന്നമ്മയോടു ചേർന്നിടുവാനൊരു ജപമാല. കുഞ്ഞുനാളിൽ എന്നെ ചേർത്തണച്ചതും കുഞ്ഞിളം പൂങ്കവിളിൽ ഉമ്മ തന്നതും, കുഞ്ഞുനാളിൽ എന്നെ ചേർത്തണച്ചതും കുഞ്ഞിളം പൂങ്കവിളിൽ ഉമ്മ തന്നതും, ആ ഓർമ്മകളിൻ മുത്തുകോർത്ത ഒരു ജപമാല, എന്നമ്മയോടു ചേർന്നിടുവാനൊരു ജപമാല. പൊന്മണികൾ ചേർത്തു
കോർത്തു ഒരു ജപമാല എൻ അമ്മയോടു ചേർന്നിടുവാൻ ഒരു ജപമാല. അമ്മ എന്ന വാക്കിനെന്തർത്ഥമെന്നു ചൊല്ലി ഞാൻ അറിയാതെ അകന്നു പോയ നാളുകളിൽ. അമ്മ എന്ന വാക്കിനെന്തർത്ഥമെന്നു ചൊല്ലി ഞാൻ അറിയാതെ അകന്നു പോയ നാളുകളിൽ. കഥനത്തിൻ കണ്ണീരും ഹൃദയത്തിൻ വേദനയും ചേർത്തു വച്ചു ഞാനൊരുക്കി ഒരു ജപമാല. കഥനത്തിൻ കണ്ണീരും ഹൃദയത്തിൻ വേദനയും ചേർത്തു വച്ചു ഞാനൊരുക്കി ഒരു ജപമാല. അമ്മ തൻ കണ്ണീരിനീ ജപമാല. പൊന്മണികൾ ചേർത്തു കോർത്തു ഒരു ജപമാല എന്നമ്മയോടു ചേർന്നിടുവാനൊരു ജപമാല. അമ്മ എന്ന വാക്കിനെന്തർത്ഥമെന്നറിഞ്ഞു ഞാൻ തിരുസുതന്റെ കാൽവരി തൻ ക്രൂശിത നേരം. അമ്മ എന്ന വാക്കിനെന്തർത്ഥമെന്നറിഞ്ഞു ഞാൻ തിരുസുതന്റെ കാൽവരി തൻ ക്രൂശിത നേരം. സഹനത്തിൻ മാതൃകയും ജീവനിൽ പുണ്യവുമെന്നമ്മയെന്നറിഞ്ഞു ചൊല്ലു നീ ജപമാല. സഹനത്തിൻ മാതൃകയും ജീവനിൽ പുണ്യവുമെന്നമ്മയെന്നറിഞ്ഞു ചൊല്ലു നീ ജപമാല. അമ്മ തൻ കരുതലിനായൊരു ജപമാല. പൊന്മണികൾ ചേർത്തു കോർത്തു ഒരു ജപമാല എൻ അമ്മയോടു ചേർന്നിടുവാനൊരു ജപമാല. കുഞ്ഞുനാളിലെന്നെ ചേർത്തണച്ചതും കുഞ്ഞിളം പൂങ്കവിളിൽ ഉമ്മ തന്നതും ആ ഓർമ്മകളിൻ മുത്തു കോർത്ത ഒരു ജപമാല എന്നമ്മയോടു ചേർന്നിടുവാനൊരു ജപമാല. പൊന്മണികൾ ചേർത്തു കോർത്തു ഒരു ജപമാല എൻ അമ്മയോടു ചേർന്നിടുവാനൊരു ജപമാല.